ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എളുപ്പത്തിൽ സേമിയ പായസം ഉണ്ടാക്കുന്നതും അതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. കുറച്ച് മതി പറഞ്ഞ ഏകദേശം ഒരു 100-150 ഗ്രാമിൻ്റെ അടുത്ത് അത്രയാണ് എടുത്തിട്ടുള്ളത്. സേമിയ വറക്കൽ പായസത്തിന് നെയ്യിൽ സേമിയ വറക്കുക. ഈ പരിവായ നമുക്ക് നിർത്താം. രണ്ട് പാക്കറ്റ് പാലാണ്. തിളയ്ക്കട്ടെ. എന്നുവെച്ചാൽ പിന്നെ നമ്മൾ സേമിയ ഇടുക. എളുപ്പമുള്ള പണിയല്ലേ, എളുപ്പമുള്ള പായസം. ഏതായാലും അടുപ്പത്ത് പാല് തിളയ്ക്കട്ടെ. അപ്പം എന്നിട്ട് നമുക്ക് സേമിയ ഇടാനുള്ളതാണ്. അതിൽ അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളെ പാല് തിളച്ചു. ഇനി സേമിയ ഇടാം. ആറ് സ്പൂൺ ഇട്ടു. 6 സ്പൂൺ ഇട്ടിട്ട് ഇനി മധുരം നോക്കാം. 2 സ്പൂൺ കൂടി ഇടാം. പോരെ? 8 സ്പൂണ് പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ നമ്മൾ മിൽക്ക് മെയ്ഡ് ഒഴിക്കുകയാണ്. ഇനി വഴറ്റി വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ ഇടാണ്. നമ്മൾ അടുക്കളയ്ക്ക് വാങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ വെക്കാൻ പറ്റിയ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ട്രേ, കട്ടിംഗ് ബോർഡ്, മൺചട്ടി. ഇങ്ങനെ ചട്ടി മയക്കണം അല്ലേ? അല്ലേ? മയക്കേണ്ട ചട്ടിയല്ലോ. നമുക്ക് ഈ ഇടയ്ക്ക് നമുക്ക് ഇതിൽ കൂട്ടാൻ വെക്കണം. ഈ പഴങ്ങളൊക്കെ ഇട്ടിക്കാൻ പറ്റിയ പാത്രം അല്ലേ? നല്ലതല്ലേ? ഒരു ഇലേൻ്റെ ഇതിലേ ഇല്ലേ? നല്ലതുണ്ട്. നല്ല പാത്രം. ഇനി നമ്മൾ കഷ്ണം മുറുക്കുള്ളത് കട്ടിംഗ് ബോർഡ് കണ്ടില്ലേ? ഓക്കെ, നല്ല
നല്ല കട്ടിയിലാകട്ടെ. പായസം നമുക്ക് ടേസ്റ്റ് നോക്കാം.